പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനകദേവേനിയോട് പറയുന്നുണ്ടായിരുന്നു, വളരെ സങ്കടത്തോടുകൂടി ആദർശമോൻ്റെ മുത്തശ്ശനെ ഓർത്ത് മാത്രമാണ് ഇപ്പോൾ മോളെ ഇവിടെ നിർത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ മോളെ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയേനെ. ഒരു പെൺകുട്ടിക്ക് വേണ്ടത് ഇങ്ങനെ ഒരുപാട് കോടികളും സ്വത്തും ഒന്നുമല്ല, ഒരു ഭർത്താവാണ് വേണ്ടത്. അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം വേണം, കുട്ടികൾ വേണം. അതൊന്നും അവൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവളെ കൊല്ലുന്നതിന് തുല്യം തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ദേവേനി അതിനെ ഇങ്ങനെ ചിന്തിച്ചോട് നിൽക്കുന്നുണ്ട്. പിന്നീട് നവ്യാണെങ്കിൽ ജലജേനെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നെ ഫോണിൽ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് കാണാനാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ എവിടെയാണ് പോയിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ, ഏത് കോർണറിലാണ് പോയിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ, ഇത് വലിയൊരു വീടല്ലേ, അതുകൊണ്ടാണ് ഫോണിൽ വിളിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തിനാ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് കാണാനാണെന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ ഈ സാരി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒന്നും എന്നെ വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ നിന്റെ കളിപ്പാവയൊന്നും അല്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നീ പ്രസവം കഴിയുന്നവരെ എന്നെ പൊന്നുപോലെ നോക്കണം എന്നില്ലേ മുത്തശ്ശനൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി അത് കേട്ടുകൊണ്ട് അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ ജലജ കളിയാക്കിക്കൊണ്ട് ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് കരിയിലെടുക്കണമെങ്കിൽ പോലും ഇപ്പം എന്നെയാണ് വിളിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു, അവളിപ്പോൾ ഇങ്ങനെ ചവറിൽ കിടക്കേണ്ടവൾ ഇപ്പോൾ സപ്രപഞ്ചത്തിലാണല്ലോ കിടക്കുന്നതെന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങനെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എടുത്ത് കൊടുക്കുന്ന സമയത്ത് അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കും. അപ്പോൾ നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുകയാണോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ് ഒക്കെ തന്നിട്ടെന്ന് പറഞ്ഞിട്ട് നവ്യ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവളെന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇതാണ് ഇപ്പോൾ എൻ്റെ ഈ വീട്ടിലെ അവസ്ഥ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊന്ന് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് ഇവർ, എൻ്റെ ഭർത്താവും അമ്മായിമ്മയും കൂടെ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ വീട്ടിലുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരാ, ഇങ്ങനെ നാട്ടുകാരും ഈ ലോകം എല്ലാവരും അറിയണം, ഇത് ഇങ്ങനെ നാളെ വൈറലാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ അമ്മായിമ്മേനെയും ഭർത്താവിനെയും കൂടെ കണ്ടോന്ന് പറഞ്ഞിട്ട് അവരുടെ നേരെയും പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ മുഖം മറച്ച് പിടിക്കുന്നുണ്ട് കൈകൊണ്ട്. അപ്പോൾ അബിനോട് പറയുന്നുണ്ട്, ഇവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് എന്താ വേണ്ടത് നവ്യെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അബിയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട്, അപ്പോൾ എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്, എൻ്റെ കാലൊന്ന് തിരുമ്മി താന്ന് പറയും കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും കാല് തിരുമ്മി കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ജലജ അവിടെ നിന്ന് പോകുമ്പോൾ എവിടേക്കാണ് പോകുന്നത്, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തതാണ് നവ്യ അങ്ങനെ ജലജേനോട് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ ജലജ ദേഷ്യത്തോടുകൂടി ആ വെള്ളം എടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അബിയാണെങ്കിലും മര്യാദയ്ക്ക് കാലൊന്നും തിരുമ്മി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം അതിനും ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് ചെയ്യേ, അല്ലാതെ നിന്റെ ദേഷ്യം മുഴുവൻ എൻ്റെ കാലിലല്ല തീർക്കേണ്ടത്, ഒന്ന് മര്യാദയ്ക്ക് ചെയ്യുക അബി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കാലമൊക്കെ തിരുമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യാണെങ്കിലും അബി ഇതെല്ലാം ചെയ്യുന്നത് കണ്ടുകൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ വെള്ളം കുടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ നല്ലതിൽ. പിന്നീട് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പൂജാരി ഇങ്ങനെ കുറച്ച് നെല്ല് വേണമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നയനിനോട് അത് എടുത്തു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നയന നെല്ല് എടുക്കാൻ പോകുന്ന സമയത്താണെങ്കിലും പൂജാരി പറയുന്നുണ്ടായിരുന്നു, ഈ പൂജ ചെയ്ത സമയത്ത് ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ കല്യാണത്തിൽ, അപ്പോൾ അതിനിങ്ങനെ ചില പരിഹാരങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയണം. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഈ വീട്ടിൽ വന്ന മരുമക്കളും പുതിയതായിട്ട് വന്നിട്ടുള്ള മരുമക്കളും ഇങ്ങനെ അസ്വസ്ഥരാണ്, അപ്പോൾ അതിനുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് പൂജാരി ഇങ്ങനെ മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നെല്ലൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ഒരു കൊണ്ട് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കണം. 2 ദിവസം കഴിഞ്ഞാൽ ഇതിനിങ്ങനെ മുള വന്നിരിക്കണം. മുള വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറിയെന്നാണ്. അങ്ങനെ മുള വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇതുമായിട്ട് ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതിന് മുള വരരുതെന്ന് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനിയാണെങ്കിലും. അതിനുശേഷം പൂജാരി ഇങ്ങനെ പറഞ്ഞ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ മുള വന്നിട്ടില്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോയെന്ന്. അപ്പോൾ അതിനെല്ലാം പരിഹാരം ഞാൻ പറഞ്ഞു തരാം, പക്ഷേ മുള വരണം, അങ്ങനെ വന്നാലേ അവരുടെ ജീവിതം അങ്ങനെ ദാമ്പത്യ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ ബന്ധം വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നാൽ മതി, ഇങ്ങനെ പൂജാരി എല്ലാം തന്നെ പറഞ്ഞു തരും എന്നൊക്കെ പറയാണ്. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ജലജ റൂമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പൂജാരി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. ആ നെല്ലിന് ഇങ്ങനെ മുള വന്നിരിക്കണം 2 ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബന്ധം നടക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ജലജ ഇങ്ങനെ അപ്പം തന്നെ മനസ്സിൽ ഓർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ നെല്ല് മുളയ്ക്കില്ല എന്നുള്ളൊരു കാര്യം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അലമാരയിൽ പോയിട്ട് ഒരു സ്പ്രേ ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് ആരും കാണാതെ മെല്ലെ പൂജാമുറിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ജലജ പോകുന്നത് അനി കാണുന്നുണ്ടായിരുന്നു. അനി ഇങ്ങനെ ചെയ്യേണ്ട പരിപാടിയാണല്ലോ അപ്പച്ചി ചെയ്യുന്നതെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഈ നെല്ല് മുളയ്ക്കാനൊന്നും പോവില്ല, ഇതിലെന്തായാലും ഒരു പുല്ല് പോലും മുളയ്ക്കില്ല എന്നൊക്കെ ഓർത്ത് ജലജ നല്ല സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അനി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുന്നുണ്ടായിരുന്നു കേട്ടോ.
എന്നിട്ട് അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ എന്തെല്ലാം കള്ളത്തരങ്ങൾ അപ്പച്ചി ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അനി മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അന്നില്ലേ ഇനി മുളയ്ക്കില്ല എന്നുള്ള കാര്യം ഓർത്തിട്ട്. പിന്നീട് പിറ്റേ ദിവസം എല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ പൂജാരി പറയുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതിട്ട് എല്ലാവരും ഇങ്ങനെ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്തേക്ക് വന്നോളൂ, അവിടെയാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബീനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നവ്യ നമുക്ക് തൊഴുതിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട് എവിടെ പോകാനാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് പറയും അതൊക്കെ ഞാൻ പറയാം, നീ വന്നേന്ന് പറഞ്ഞ് അങ്ങനെ അബീനെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പറമ്പിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നല്ല പച്ചമാങ്ങ ഉണ്ടായിരിക്കും കേട്ടോ മാവിൽ. അപ്പോൾ അത് പറിക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ അതിൻ്റെ മുകളിലല്ലേ നിൽക്കുന്നത്, അത് എനിക്കിങ്ങനെ അതിൽ കയറാനൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നവ്യെ നിർബന്ധിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രേമിക്കുന്ന സമയത്താണെങ്കിൽ നീ എനിക്ക് വേണ്ടിയിട്ട് മാവിലല്ല തെങ്ങിൽ വരെ കയറുമായിരുന്നു, അങ്ങ് കയറി അബി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് ഇങ്ങനെ ഭാര്യ എന്താവശ്യപ്പെട്ടാലും അതിങ്ങനെ എവിടെയാണെങ്കിലും അത് കയറി പറിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച് അബീനെ അതിലങ്ങ് കയറ്റുന്നുണ്ട് കേട്ടോ. അബിയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നവിക്ക് ആ മാവിലെ മാങ്ങ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിർബന്ധിച്ച് അബീനെ മരത്തിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ അത് കയറി ഇങ്ങനെ മാങ്ങ പറിക്കുന്ന സമയത്താണ് ആ മാവിൻ്റെ ഉടമസ്ഥൻ അവിടേക്ക് വരുന്നത് കേട്ടോ. അയാളാണെങ്കിലും അബീനോട് ചൂടാവുന്നുണ്ട്, നിനക്ക് എന്താണ് അവിടെ പണി, ഒരു കടക്കാരന് പറഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയാണത്, ആരാ നിന്നോട് പറിക്കാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നവ്യനെ കാണിച്ചു കൊടുക്കും കേട്ടോ, ഇവർ പറഞ്ഞിട്ടാണെന്ന് പറയും. അപ്പം നീയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് പെട്ടെന്ന് തടി തപ്പു കേട്ടോ. ആ സമയത്ത് അബി ആണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇവളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. എന്തായാലും അബി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നീ ആരോട് ചോദിച്ചിട്ട് ഇതിൽ കയറിയെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ് ആ പോയത്, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അപ്പോൾ അവൾക്കൊരു മാങ്ങ കഴിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് മാവിൽ കയറിയിട്ട് മാങ്ങ പറിച്ചെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ ആരാൻ്റെ സ്ഥലത്തുള്ള മാവിൽ കയറിയിട്ടല്ല പറിക്കേണ്ടത്, കമ്പോളത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 മാങ്ങയല്ലേ പറിച്ചുള്ളൂ, അതിലുള്ളത് അവിടെയുള്ളതെല്ലാം വിഷം അടിച്ചതല്ലേ, ഇതിന് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറയുമ്പോൾ എന്നാൽ 200 രൂപ എടുക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ 2 മാങ്ങയ്ക്ക് 200 രൂപയെന്ന് ചോദിക്കട്ടോ. ഇത് വിഷമടിച്ചതല്ലല്ലോ, മാവിൽ കയറി അങ്ങ് പറിച്ചതല്ലേ എന്ന് പറയട്ടെ. എന്നാൽ എനിക്കൊരു മാങ്ങ താന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു മാങ്ങ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് 100 രൂപയും കൂടി ചോദിക്കാനുണ്ട്. അപ്പോൾ അതും അങ്ങ് കൊടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്ത് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൂജാരി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നവ്യനെയൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ കനക പറയുന്നുണ്ടായിരുന്നു നവ്യനെ അഭിനയം കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ അവർ ആ സമയത്ത് അവിടേക്ക് അങ്ങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ പോയതാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അബി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു മാങ്ങ പറിക്കാൻ പോയതാണെന്ന് കേട്ടോ. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് കളിയാക്കി പറഞ്ഞതാണോ എന്ന്. അല്ല, മോളോട് ചോദിച്ചു നോക്കുമെന്ന് പറയും. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പറമ്പിൽ നല്ല മാങ്ങയുണ്ട്, അപ്പോൾ അതിങ്ങനെ ഒരെണ്ണം പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അബിനെ കൂട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഈ സമയത്താണോ അതിനൊക്കെ പോകുന്നത്, എല്ലാം തല തിരിഞ്ഞ പ്രവൃത്തിയല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയാണ്. എന്നിട്ട് 200 രൂപ അയാൾ ചോദിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് 1000 രൂപയായാലും അതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ കനക പറയുകയാണ് കേട്ടോ, വയറ്റിലൊരു കുഞ്ഞുള്ള സമയത്ത്. അപ്പോൾ എന്തായാലും ജലജ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ പൈസ അല്ലേ പോകുന്നത്, അതിന് പിന്നെ നിനക്ക് കുഴപ്പമൊന്നും കാണില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സമയമായിട്ടുണ്ടാവും. അപ്പോൾ പൂജാരി വന്നിട്ട് പൂജയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. മൂർത്തി സാറ് ഇങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹവും ഭാര്യയും ഈ ചടങ്ങിന് പങ്കെടുക്കില്ല, അദ്ദേഹത്തിന് നല്ല ആവശ്യതയുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ അങ്ങ് മധുരയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നടത്തുന്നതെന്നൊക്കെ ഇങ്ങനെ മോനറിയാലോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പൂജാരി ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയാവാൻ പോകുന്ന ഇങ്ങനെ മരുമോളും ഇങ്ങനെ മോനും ഇങ്ങനെ ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നില്ല, കല്യാണ നിശ്ചയം കഴിഞ്ഞ് മോളും മോനും അതുപോലെ തന്നെ മൂത്ത കൊച്ചുമോനും മരുമകളുമാണ് ഈ ചടങ്ങ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. താലത്തിൽ വെച്ചിരിക്കുന്ന വിളക്ക് കണ്ടല്ലോ, അതിങ്ങനെ ജലത്തിലൂടെ ഒഴുക്കണം. ഇങ്ങനെ അഗ്നിയാണെങ്കിൽ ജലത്തിനെ കെടുത്തും, പക്ഷേ ഇങ്ങനെ ജലത്തിലൂടെ അഗ്നി ഇങ്ങനെ കുറേ സമയം മുന്നോട്ട് പോകുന്നത് തടസ്സങ്ങളൊക്കെ നീങ്ങുന്നുള്ളതിന് ഉള്ള ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ അവരിങ്ങനെ മാലയിടണം, മാലയിടുന്നത് കല്യാണം കഴിഞ്ഞവർ മാത്രമായിരിക്കണം, അതുകൊണ്ട് അവർ ചെയ്താൽ മതി. കല്യാണ നിശ്ചയം കഴിഞ്ഞ മോനും മരുമോളും രക്ഷ കെട്ടി വിളക്ക് ജലത്തിലൂടെ ഒഴിക്കാൻ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ജലജ അബീനോട് പറയുന്നുണ്ടായിരുന്നു അവനാണെങ്കിൽ അവളുടെ കഴുത്തിൽ 2 പ്രാവശ്യം കെട്ടിയതാണ്, അപ്പോൾ എന്നിട്ട് ഒരു ഗുണമില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും പൂജാരി പറയുന്നുണ്ടായിരുന്നു മാല എടുത്ത് കൊടുക്കാനായിട്ട് ദേവയാനിയോടും കനകേനോടും ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ദേവയാനിക്ക് അത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ ജലജയല്ല കനകയാണെങ്കിൽ ദേവയാനിയോട് ഇങ്ങനെ ആ മാല എടുത്ത് കൊടുക്കാനായിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ദേവയാനിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്.